ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നതെന്ന് പരാതി. സംവിധായകൻ ബ്ലസി സൈബർ പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി കെ ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, ഇന്നലെയാണ് സിനിമ റിലീസാകുന്നത്. തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ വ്യാജ പതിപ്പ് ഇറങ്ങുന്നത്. പരാതി നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ അഞ്ജന, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമ റിലീസ് ചെയ്ത് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ വ്യാജ പതിപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. ഈ വ്യാജ പതിപ്പ് ഇറങ്ങിയ ാണ് ഇതിന്റെ സംവിധായകനായ ബ്ലസ്സി സൈബർ പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതായത് വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിൽ ഉള്ള ചില തൽപര കക്ഷികൾ ഈ സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ പ്രചരിപ്പിച്ച ചിലരുടെ പേരുവിവരങ്ങളടക്കം ഉൾപ്പെട്ടിട്ടുള്ള മൊബൈൽ സ്ക്രീൻഷോട്ടുകളടക്കം ബ്ലസ്സി ഈ പരാതിയോടൊപ്പം കൈമാറിയിട്ടുണ്ട്. കാരണം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ടെലഗ്രാം പോലുള്ള ആപ്പുകളിലൊക്കെയാണ് ഈ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നത്. അപ്പൊ ആരാണ് അത് ആ ഗ്രൂപ്പിലേക്ക് ഇട്ടത് എന്നടക്കമുള്ള വിവരങ്ങൾ ലഭിക്കത്തക്ക തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ അതുൾപ്പെടെയാണ് ബ്ലസ്സി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് 16 വർഷത്തെ അധ്വാനത്തിനൊടുവിലായി ചിത്രം നിർമ്മിച്ച് ഇന്നലെ തിയേറ്ററുകളിൽ എത്തിയത് കോടികൾ മുടക്കിയുള്ള സിനിമയാണ്. ആ സിനിമ ഇറങ്ങി 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിന്റെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങുന്നതിനെ വളരെ ഗൗരവമായി തന്നെ കാണണം. അതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാണ് സംവിധായകൻ ബ്ലസ്സി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സൈബർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. ആ പരാതി വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. അഞ്ജന. ശരി ഉമേഷ്, എന്തായാലും ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ്. എന്തായാലും കർശന നടപടി ഉണ്ടാകും. സംവിധായകൻ ബ്ലസ്സി സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളാണ് കെ ഉമേഷ് പങ്കുവച്ചത്.